നമ്മൾ ഇന്ന് ഒരു എക്സ്പെരിമെന്റൽ ഹാക്ക് ആയിട്ട് തിരിച്ചു വന്നേക്കാണ്. അപ്പോൾ കുറേ നാളെ നമ്മൾ ഹാക്സ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇനി തൊട്ട് നമ്മൾ കുറച്ച് ഹാക്സ് ഇങ്ങനെ ചെയ്ത് വരും. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരും. എവിടെ ഇനിയിപ്പോ ഇതിൽ വല്ലതൊന്നും വരാനില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഹാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, പുക നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് അടുപ്പിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രേതങ്ങൾ വരുമ്പോൾ രാത്രി ഒരു 12 മണിക്ക് ശേഷമൊക്കെ പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ പുക ഇട്ടിട്ട് അവരിങ്ങനെ നടക്കും. ഇങ്ങനെ പുക ഒരു പോണ വഴിയിലൊക്കെ പുക ഉണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ അതേ പുക നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. അതും ഒരു വെറൈറ്റി ആയിട്ട് എന്താ പറയുക, എന്താണ് ഞാൻ പറയാനില്ല, അതൊരു സർപ്രൈസ് ആണ് നിങ്ങൾക്ക്. ആ പുക നിങ്ങൾ ചെയ്യണ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ നിങ്ങളും അത് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒന്ന് നിന്നിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എന്താ ചെയ്യേണ്ടത്, കുറെ നാളായി മറന്നുപോയി. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അതേ സമയം കളയേണ്ട വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ let's get started. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ സ്മോക്ക് ബബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സ്മോക്ക് നമ്മുടെ പ്രേതങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാവണം ആ സ്മോക്ക് ഉണ്ടല്ലോ, ആ സ്മോക്ക് നമുക്ക് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സ്മോക്കാണ് ഇന്ന്, ആ സ്മോക്ക് തന്നെയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ബബിൾ നമ്മൾ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് ആ ബബിൾ പൊട്ടിക്കണ വഴിക്കുണ്ടല്ലോ, അതിൽ നിന്ന് ആ പ്രേതങ്ങൾ പോകുമ്പോൾ അതേ പുക തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുത്തിട്ടാ. അപ്പോൾ അതാണ് എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ബബിൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കുറേ സംഭവങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്മോക്ക് ബബിൾ ഉണ്ടാക്കാനുള്ള ആ ഒരു പ്രത്യേകതരം ആ കെമിക്കൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്, നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ആ കെമിക്കൽ നമ്മൾ എന്താ പറയുക, വാക്കൊന്നും പറയാൻ കിട്ടില്ലെന്നേ, നമ്മൾ എന്താ പറയുക, അതിന് വേണ്ട ആ രാസപ്രവർത്തനം നടത്താൻ പോകേണ്ട ആ ഒരു സംഭവം നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ പഞ്ചസാര ടീനാണ്, കുറച്ച് പഞ്ചസാര. അതിനുശേഷം നമ്മൾ ക്ലിനിക് പ്ലസ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷാമ്പൂ ഇടാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ക്ലിനിക് പ്ലസ് വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ കറക്റ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ വീട്ടിൽ ഏതാ ഷാമ്പൂ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ ഇനി അടുത്ത് നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. പാറുന് ഭയങ്കര ഓർമ്മയാക്കാം, എന്താ ചെയ്യാ, എൻ്റെ ബുദ്ധിയാണ് നമുക്ക്. അപ്പോൾ നമ്മളിനി ഇതിട്ടിട്ട് ഇങ്ങനെ നല്ലോണം അങ്ങനെ കലക്കാം. നല്ലോണം ഇത് നാരങ്ങ വെള്ളം വിചാരിച്ചിട്ട് ആരും കുടിക്കരുത്. കാണുമ്പോൾ ഒരു നാരങ്ങ വെള്ളം ലുക്ക്, നീമ്പൂ പാനി ഉണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം കിട്ടില്ല ഇങ്ങനെ. ഇതിൻ്റെ ലിംക്കയുടെ ഒരു ലുക്ക് ഉണ്ട്, പക്ഷെ ലിംക്ക അല്ലാതെ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ നമ്മൾ നല്ലോണം ഇങ്ങനെ കലക്കി കൊടുക്കാം. കുറേ നാളായാലും നമ്മളിങ്ങനെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ പൂവാണ്ട് കലക്കിക്കോളാം കേട്ടോ. അതെ, നമ്മൾ നല്ലോണം കലക്കിയിട്ടുണ്ട്. പഞ്ചസാര നല്ലോണം കലങ്ങി വിചാരിക്കണു. കലങ്ങിയില്ല, നല്ലോണം കലങ്ങിന്ന് വിചാരിക്കണം. ഇത് ബിന്ദു തന്നെ വയ്ക്കാം. ദിബി അവളുടെ അടുത്ത് കുടിക്കരുത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത്, നമ്മുടെ ഇങ്ങനെ ഒരു കുപ്പിയുണ്ട്. അപ്പോൾ ഈ കുപ്പിക്ക് ഇതേ ഇങ്ങനൊരു മൂടിയുണ്ട്. ആ മൂടിക്ക് ഇതേ നമ്മൾ ഇങ്ങനെ ഒരു ഓട്ടയിട്ടുണ്ട്. ഓട്ട എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൻ്റെ അവിടെ നിന്ന് ഒരു പപ്പടക്കോല് ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിനൊരു ഓട്ടയിട്ടിട്ട് ഒരു സ്ട്രോ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി. ഇതിനടുത്ത് നമ്മൾ ചെയ്യാൻ പോണത്, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്മോക്ക് വേണമല്ലോ. ആ സ്മോക്ക് എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തരാം. അത് വളരെ സാഹസികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക, വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും കത്തിച്ചു. അടുത്തതായത് നമ്മൾ സ്മോക്ക് എടുക്കാൻ പോകാൻ കേട്ടോ. എല്ലാവരും വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോട് കൂടിയിരിക്കാം. അങ്ങനെ പുക നമ്മളിങ്ങനെയാണ് കേട്ടോ നമ്മൾ പുക ഉണ്ടാക്കാം. കുപ്പി മൊത്തം പുകയുണ്ടെന്ന് അറിയണ വരെ ഇങ്ങനെ അതിൻ്റെ അത് ചേട്ടൊരു സജഷൻ പറഞ്ഞു, പുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോവോ, ഇങ്ങനെയല്ല ഇതായിരുന്നില്ല സജഷൻ. അതുകൊണ്ടാ പുക മൂളിക്കാൻ പോണു, തിരിച്ചു വെക്കും.
ഇങ്ങനെ ചേച്ചി കമത്തിരുന്ന തല കുത്തി പിടിക്കണം. ആ പുക നിറയുന്നു. അങ്ങനെ ഉണ്ടാവും. തല കുത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ പുക മുകളിലേക്ക് പോവാം. എന്താണ് ഇതിന്റെ ഒരു കെമിക്കൽ ഫിസിക്സ് എന്താണ് അതിന്റെ പിന്നിലത്തെ? എനിക്ക് ഫിസിക്കൽ പുക എപ്പോഴും മുകളിലേക്ക് പോവാ അല്ലേ? നാളെ നമ്മള് പുക കാണാത്ത കാരണം ഇപ്പൊ കുറച്ച് നാളായിട്ട് അറിയില്ല. ഇപ്പൊ നോക്കി ഇതിൽ ഫുള്ള് പുക. ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കൈമ തട്ടരുത്. ഉടനെ തന്നെ നമ്മൾ ഇത് അടയ്ക്കണം കേട്ടോ. എനിക്ക് വേണ്ട സഹായികളൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല. ഈ ചന്ദനത്തിരി നമ്മൾ പ്രത്യേകം കെടുത്തി വെള്ളത്തിൽ കുത്തി കെടുത്തി വെക്കണം. അപ്പൊ ഇതിൽ നിറച്ച് പുകയാണ് കേട്ടോ. നമുക്ക് വേണ്ട പുക നമ്മൾ കളക്ട് ചെയ്തു. നെക്സ്റ്റ് ഇതേ നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് വെള്ളം, ഈ സോപ്പും വെള്ളം ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കാം. നമ്മൾ ഇതിന്മ തന്നെയാണ്, നമ്മൾ ഡൈനിങ് ടേബിളിന്മ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നിറയ്ക്കാൻ പോകുന്നത്. നിൽക്കല്ലേ കുഞ്ഞുമോളെ, എന്തൊരു തിരക്കാൻ നോക്ക് എല്ലാവർക്കും. കാണണ്ടോന്ന് പറഞ്ഞോളാം നിങ്ങള്. കാണാണ്ട ബബിള് കണ്ടില്ലേ ബബിള്. ഈ നെക്സ്റ്റ് കുറച്ചും കൂടി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കേട്ടാ പുക പോയോണ്ടിരിക്കുന്നതാ. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. നമ്മളിങ്ങനെ പുക നിറയ്ക്കും. പുക നിറഞ്ഞു. ഇനി നമ്മൾ ആ പ്രേതത്തിന്റെ ആ ഒരു പുക നിൽക്കട്ടാ. ഓക്കെ, പുക എല്ലാവരും കണ്ടില്ലേ? നമ്മൾ പൊട്ടിക്കാൻ പോവാട്ടാ. ഏത് പാട്ടാ പാടാൻ പോകണം നമ്മള്? പുതുമഴയായി പാടറിയോ? പുതുമഴ അറിയോ? എന്നാ പാടി? 1 2 3 സ്റ്റാർട്ട്. പുതുമഴയായി വന്നു നീ. പുക കണ്ടോ നിങ്ങള്? അറിയില്ല, പുക കണ്ടറില്ല. കാരണം നമ്മൾ വീഡിയോയിൽ പുക വരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒന്നും കൂടി നിങ്ങൾക്ക് ഈ പുക വരണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഊതിക്കോ. അയ്യോ വരണ്ടല്ലോ നിങ്ങളെ. എനിക്കിഷ്ടായി ചെയ്യാൻ. അങ്ങനെ വീണ്ടും 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 ചെയ്യാം. ഓ ഇതൊന്നും ഊതിട്ടാവുന്നില്ല. അയ്യ അങ്ങനെയല്ല അമ്മ കാണിച്ചു. വലിയ ബബിൾ രോമാഞ്ചത്തിൽ അനാമികാനി കേട്ടോ വരുത്താൻ പോകണം. പൊട്ടിയാലോ? മദ്യം വലിയ ബബിളുണ്ട്. ഇത് കാണാൻ പറ്റുന്നില്ല. പറ ഒരു കരുതി ക്യാമറ ഒരു ലേശം കൂടെ ഫ്രണ്ടിലേക്ക് നോക്കിയ ഇത് തൊടല്ല കേട്ടോ. ആ പുക നിക്ക. മതി കാണണ്ട മതി. നിക്ക മെല്ലെ വെക്കട്ടാ, മെല്ലെ. ഇതൊന്നും തൊട്ടിട്ട് വെച്ചോളാം. പുക ഇതിലുണ്ടോ അവന്. നിക്ക് ഇത് കഴിഞ്ഞിട്ട് നീ ഉള്ളിക്കാക്ക് മെല്ലെ വിട്ടോളൂട്ടോ പുക. പുക പോയിക്കൊണ്ടിരിക്കട്ടോ. കാണാനില്ലേ? ഊതരുത്. ദീപി പൊട്ടിക്കണം കേട്ടാ പറയുമ്പോ. ദീപിയാണ് പൊട്ടിക്കാൻ പോണത്. അപ്പൊ ഈ പുക ഈ ബബിള് ഇതിന്റെ ഉള്ളിൽ നിന്ന് വരാൻ പോണത് ആരാണ്? നമ്മുടെ അനാമികയാണ് കേട്ടാ. അനാമിക വരുമ്പോഴുള്ള പുകയാണത്. നിക്ക് ഈ പുക എവിടേക്കെങ്കിലും പോകണ്ട. ഈ പുക മതിയാവും തോന്നണില്ല കേട്ടാ. ഞാൻ കുറച്ച് കാറ് എടുത്തിട്ട് അതിന്റെ പുക ഇങ്ങോട്ട് തെറിച്ചാലോ നമുക്ക്. വാക്യൂം ക്ലീനർ ക്ലീനറിന്ന് പുക വരും. നിങ്ങക്കിപ്പോ ഇത് ബബിളിന്റെ പുക പോരാൻ തോന്നുന്നു. ഫുള്ള് പുകയായിട്ടാ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കണോ? പുക തീർന്നോ? ഈശ്വരാ, ദീപി അത് ഫുള്ള് പുകയാവും തോന്നുന്നുണ്ട്. ഒരു വലിയ സ്മോക്ക് ബബിളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എനിക്കിവിടെ കൈയൊക്കെ പാറുവിന്റെ ആ ഒരു കഷ്ടപ്പാട് നമ്മള് പാറുവിന് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്പെഷ്യൽ സമ്മാനം കൊടുക്കുന്നതാണ് കേട്ടോ. നിനക്കും തരും സ്പെഷ്യൽ സമ്മാനം. ഓ മൈ ഗോഡ്. കോമഡി കണ്ടാ നിങ്ങള്? അപ്പൊ അവള് തന്നെ പൊട്ടിയതാ. പക്ഷെ പൊട്ടിയ വഴിക്ക് ഒരാള് പിണങ്ങിപ്പോയി. ദീപി വീണ്ടും ഉണ്ടാക്കാം.
ഞങ്ങള് പോയി വിളിച്ചിട്ട് ഞങ്ങള് ദീപിനെ ഒന്ന് സമാധാനിപ്പിക്കും. ദീപി അവളെ നമ്മുടെ ദീപി തിരിച്ചു വന്നിട്ടുണ്ട്. അവളുടെ കരച്ചിൽ മാറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദീപി എങ്ങനെയാ ഭയങ്കര സില്ലിയാ ദീപി. ആ ദീപി ഇനി നെക്സ്റ്റ് എന്തായാലും ദീപി ആട്ടാ പൊട്ടിക്കാൻ പോണത്. എൻ്റെ ഒരു ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേശമ്മ വലിയൊരു ബബിൾ ഉണ്ടാക്കാം. മേശയുടെ വലുപ്പത്തിലൊരു ബബിളാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നടക്കുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഇതിനാണ് പോയാ കുട്ടി ആകെ നിരാശയായി തുടങ്ങി. ഒരു ബബിള് പൊട്ടിക്കാന്ന് വെച്ചിട്ട് അത് തന്നെ പൊട്ടിക്കൊണ്ടിരിക്കുക. നല്ലട്ടാ ദീപി ഉദരി 2 സൈഡ് സോപ്പും മതി. നല്ല ഡിംഗോളിഫിക്കേഷൻ ആവട്ടോ. അത്ര മതി ഇൻഷാല്ലാ. മതി മതി പറു മതി. അപ്പൊ അത്യാവശ്യം എളുപ്പമായില്ലേ? ഇനി നമ്മളെ അതിൻ്റെ ഉള്ളിലേക്ക് പുക വിടാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് നല്ലോണം പ്രാർത്ഥിച്ചേ. ഇതൊന്ന് പ്രാർത്ഥനയുടെ കുറവാണോ സംശയമില്ല. റോട്ടിണ്ടാ? ഓഹോ കാണാനില്ലേ നല്ലോണം? നമ്മൾ ഈ ചില പ്രേത സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ബബിൾ ഉണ്ടാക്കിയിട്ട് ആ ബബിളിന്റെ ഉള്ളിൽ പുക നിറച്ചിട്ട് ഇങ്ങനെ എങ്ങനെ അറിയോ ഇങ്ങനെ 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 ആക്കണത്. ഞാൻ അത് കഴിഞ്ഞിട്ട് കാണിച്ചു. അത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ അവരും ഇതേപോലെ ഇരിക്കും ബബിൾ കഷ്ടപ്പെട്ട്. ഇതല്ല, ഇത് നമ്മൾ ചില സിനിമയുടെ പേര് ഞാൻ പറയാനില്ല. ചില സിനിമകളിലൊക്കെ ഇങ്ങനെ കണ്ടില്ല. ഇപ്പൊ ഒരു മിനിറ്റ് പറഞ്ഞാ ചേട്ടാ ഒരു ഫോട്ടോ എടുക്കോ ചേട്ടാ. എന്നിട്ട് പൊട്ടിക്കാൻ ചേട്ടാ നമ്മള് അത്യാവശ്യം ഇതായിട്ടൊരു ഇങ്ങനെ അറിയോ ഇങ്ങനെ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബബിളിന്റെ ഉള്ളില് പ്രേതങ്ങളൊക്കെ കാണുന്നത്. അതിങ്ങനെ തോന്നുന്നുണ്ട് ബബിൾ ഉണ്ടാക്കുന്നത്. നല്ല ബബിൾ ഉണ്ട്. ഇവിടെ കിട്ടണ്ട ഞാൻ ബബിളിന്റെ അടുത്ത് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനി ബബിൾ വേണമെന്ന് തോന്നല്ലേ. ഇനിയിപ്പോ ഒരു സംഭവം കാണിച്ചു പുക കിട്ടിയില്ല. പുക കാണാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ സ്മോക്ക് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ പുക നിറയ്ക്കാത്ത നിങ്ങൾക്ക് അത് വെല്ലടി വേറൊരു സംഭവം ഉണ്ടടി. അയ്യോ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ ബബിൾ ഇങ്ങനെ സ്മോക്ക് ബബിൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വേറെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മറന്നുപോയി. അപ്പൊ എന്തായാലും സൂപ്പർ ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്മോക്ക് ബബിൾ എക്സ്പെരിമെന്റ് ഹാക്ക് നമ്മുടെ കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. അപ്പൊ എല്ലാവരും അപ്പൊ ഇനി നമ്മള് ചേച്ചിനെ ആയിട്ട് പിടിച്ചേ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറന്നുപോയി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോസും ഇതൊക്കെ എനിക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ അയച്ചു തരാം. നമ്മുടെ വീഡിയോയിൽ ഇനി അറ്റാച്ച് ചെയ്ത് ഇടുന്നതായിരിക്കും. പിന്നെ എന്താ പറയാ, അപ്പൊ നമ്മുടെ ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നല്ല നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ കുറേ നാളെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, എല്ലാവരും ചെയ്തൊക്കെ വീഡിയോസ് ഒക്കെ അയച്ചാൽ പിന്നെ അടിപൊളി കമന്റ്സ് അയക്കാൻ മറക്കരുത്. നമ്മൾ കമന്റ് സെക്ഷനിൽ ഇനി കമന്റ്സ് ഒക്കെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ പറയാനില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Thanks for watching. Bye.